കുരുത്തക്കേടിൻ്റെ കൂടെ ഉണ്ടാ തടി പിടിക്കാനേ ഇനി മുതൽ ആന വിളിക്കണ്ട. അതുകൊണ്ട് ഇവിടെ ഒരു ആനയുണ്ട്, മണിക്കുട്ടി ആന. കൈ കിട്ടുന്ന കമ്പെല്ലാം നുള്ളി പറക്കി എടുത്തോണ്ടു. അതാണ് മണിക്കുട്ടി ആന. ഏയ് എന്തുവാ എന്തോ കള്ളത്തരം ചെയ്തപ്പോൾ ഞാൻ വഴക്കുറയാന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് അനങ്ങാതെ ഇരുന്ന് കളഞ്ഞു. ഇല്ലേ ഇല്ലേ കള്ളി കള്ളിപ്പെണ്ണേ, ഈ കള്ളിപ്പെണ്ണി മണിക്കുട്ടി ചുഞ്ഞരിയാണോ? ഇങ്ങോട്ട് നോക്കട്ടെ, ചുഞ്ഞരിയാണോ നോക്കട്ടെ. ഇങ്ങോട്ടാട്ടെ, മുഖമൊക്കെ കാണിയിട്ട് ചുഞ്ഞരിയാണോ നോച്ചിട്ട്. ചുഞ്ഞരിയാണോ? ആനോന്ന് കടിക്കാതെ കള്ളി. കടിക്കാൻ നോക്കുക കയ്യിൽ. കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാ ഒരാൾ കയറിയത്, മണിക്കുട്ടിയുടെ ഫ്രെയിം മറച്ചിട്ട് തുറന്നിട്ടെന്നാ. എല്ലാരും തുറന്നിട്ടേക്കായിരുന്നാ? കുട്ടിപ്പൊട്ടാളത്തിന് അണ്ണം തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഷോപ്പിൽ പോയില്ല, ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ 1 മണിക്ക് എണീറ്റപ്പോൾ കാണാം കുട്ടിപ്പൊട്ടാളത്തിന് അണ്ണം തുറന്നിട്ടിരിക്കുന്നു. പോണോ കുട്ടിപ്പൊട്ടാളത്തിൻ്റെ അടുത്ത്? മണിക്കുട്ടി മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവരെ നോക്കിക്കൊണ്ടിരിക്കുക. ബാ, എന്തോ കുട്ടയ്ക്കകത്ത് എല്ലാം മുട്ടയിടാൻ കോഴി ഇരിക്കുന്നതാണ് കയറി കിടക്കുന്നത്. ബാ, കൂടിനകത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടാ. ഇപ്പൊ നല്ല വെയിലാണ്, വെളിയിൽ നല്ല വെയിലാണെങ്കിലും കൂടിനകത്ത് നല്ല തണുപ്പാ. കാരണം മാവിന്റെ ചോട്ടിലാ കൂടിരിക്കുന്നത്. തടിയുടെ കൂടാണ്, ചൂടില്ല, നല്ല സുഖമാണ് നമുക്ക് കിടന്നുറങ്ങാൻ അല്ലേ. വാ വാണി ചുന്നിരി, വാ ചുന്നിരി. ഇതിപ്പോ ഒരു സൗണ്ട് കേട്ടെ എന്തുവാടെ? എൻ്റെ വൈറ്റായിട്ട് ഇപ്പൊ മണിക്കുട്ടി ചെറുതായിട്ട് അടുക്കുന്നുണ്ട്. വൈറ്റ് ഒരു വിരളി പിടിച്ച പെങ്കച്ചാ. ജിമ്മിന് ഒരു തരത്തി അവിടെ നിൽക്കാൻ പറഞ്ഞത്. ജിമ്മി ആണെങ്കിൽ ഇപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നത്. ഞാനും എല്ലാരും ഇപ്പൊ ഉറക്കം എണീറ്റ് ഞാൻ വന്നതാ. അതാരും കാവ് വെച്ച കോട്ടയായിട്ട് വിളിച്ചത്. റാണി അവിടെ കുറേ നേരമായിട്ട് മതിലിൻ്റെ അടുത്ത് പോയി ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് വെളിയിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കുറച്ച് നേരം നിൽക്കും, കാല് കഴിക്കുമ്പോൾ താഴെ ഇറങ്ങും, വീണ്ടും പോയി നോക്കും. അങ്ങനെ ആ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കാക്കയും ഒരു മൈനയും വന്നു. അതിനെ ഓട്ടിക്കലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പാവ മൈന അവിടെ നിന്ന് ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാണ് ആ പാത്രത്തിൽ നിന്ന്. പിന്നെ അവിടെ ഫുഡ് അവർ തിന്നതിൻ്റെ ബാക്കി ചോറിരിപ്പുണ്ട്, അതും കൂടെ കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അവരെ ഓട്ടിച്ചിട്ട് ആ വെള്ളം ഇവർ രണ്ടും കൂടെ പോയി കുടിക്കുന്നു. അതിക്രമമല്ലേ, അക്രമമല്ലേ അത്? എന്നിട്ട് റാണി എന്താ അവിടെ കാവൽ കിടന്ന് ആ മൈന കൊച്ച് ആ മരത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അവിടെ അനങ്ങുന്നുണ്ട് ഇലകൾ ഇടയ്ക്കിടയ്ക്ക്. പാവ അവിടെ ഇരിപ്പുണ്ട്. കഥാപാത്രം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ചെസ് നമ്പർ 3 മണിക്കുട്ടി. ഇനി ഒരു ചെസ് നമ്പറും കൂടെ ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. നിമ്മിസാർ അത് അവിടെ കുറേ നേരം കൊണ്ട് ചെടികൾക്കിടയിൽ പരതുന്നുണ്ട്. ചേട്ടച്ചൻ്റെ പുറക്ക വെച്ച് പിടിക്കുക മണിക്കുട്ടി. ബാക്കിലോട്ട് പോവുകയാ. എന്തിനാണോ എന്തോ പോയിട്ടുണ്ട്. റാണി, ഓ വെള്ളദാഹം. ഇമ്മി കുടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് റാണിക്ക് ഓർമ്മ വന്നത്, അയ്യോ വെള്ളം കുടിച്ചില്ലല്ലേ എന്ന്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കുട്ടി. ഒരു മൈനേനെ ഒരു കാക്കേനെ ഓടിച്ചതിൻ്റെ ക്ഷീണമാണ് ആ വെള്ളം കുടിച്ച് തീർത്തത്. ഇനി എന്താണാവോ മാഡത്തിൻ്റെ ലക്ഷ്യം എന്നറിയില്ല. മിക്കവാറും ഗേറ്റിൻ്റെ അടുത്തോട്ടായിരിക്കും തന്നെ. അവിടെ പോയി നിന്ന് റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലുമൊക്കെ നോക്കുമായിരിക്കും. വേണ്ട, ഇങ്ങനൊരു തിട്ട അവിടെ പണിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നോ എന്തോ ദൈവമേ. ആരെയും കണ്ടില്ല തൽക്കാലം. അപ്പം നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ജിമ്മിയും മണിക്കുട്ടിയും പോയ വഴിയേ പോവുകയാണ്. അതായത് വീടിൻ്റെ പുറകുവശത്തേക്ക്. മണം പിടിച്ച് പോകുന്നുണ്ട ഇതോ പോയി. ഇനി അതുവഴി കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരും. ബാക്കിൽ ഇനി ഒരു 10-15 മിനിറ്റ് നേരത്തെ പരിശോധന കഴിഞ്ഞ് ഇതാ വരുന്നു അടുത്ത സൈഡിൽ. ജിമ്മി വന്നിട്ടുണ്ട്. മണിക്കുട്ടി വന്ന്. ഇനി അടുത്ത ആരാണ്? റാണി. റാണി ഇപ്പോൾ വരും, കാരണം ലേറ്റായിട്ടല്ലേ പോയത്. അപ്പം മണം പിടിച്ച് ഇനി ഇവർ പോയ വഴിയുള്ള മണം പിടിച്ച് ഇനി എത്തണ്ടേ. വരും ഇപ്പം. പോകുന്ന വഴിക്ക് എവിടെയൊക്കെ സുസ് ഒഴിക്കാവോ അതൊക്കെ ഒഴിച്ചിട്ടായിരിക്കും വരുന്നവരൊക്കെ.
വന്നു. അടുത്ത ആളും വന്നിട്ടുണ്ട്. ജിമ്മിയുടെ പുറക്കെ പോയ ആൾ ഇതാ തിരിച്ചെത്തി. വായുനോട്ടം എൻ്റെ ജന്മശീലമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജിമ്മി വായു നോക്കി പരിസരം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. കാക്കയുടെ പുറക്കെ ഓടുകയാണ്. ഒരു കാക്ക എവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ പുറക്കെ ഓടിയിട്ടുണ്ട്. ഇനി വാടേ, മതി, ബാ ഇമ്മിക്കുട്ടാ, ബാ വാ ഇമ്മിക്കുട്ടാ, ഇനി വാ വന്നേ, വന്നില്ലേ, വാ. കാക്ക ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പൊയ്ക്കോട്ടെ, നീ ഇനി വാ. ഇച്ചിരിയൊക്കെ അനുസരണം ഉണ്ട് കൊച്ചിന്. അവിടെ നിൽക്കുന്നതിന് സ്റ്റെപ്പിഞ്ഞ് കയറി വരാതെ അവിടെ തന്നെ നിൽക്കുന്ന വീണ്ടും കാക്ക വന്ന് അതിനെ ഓട്ടിക്കാൻ വേണ്ടിയാ അല്ലേ. ഒരു പരിസരം പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് അടുത്ത ആൾ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ദാണ്ട് വയറ്റിപ്പെണ്ണ്. അവിടെ ആരോ സുസു കഴിച്ചാൽ അതിൻ്റെ മണം പിടിച്ച് അവിടെ സുസു കഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. അത് തന്നെ ആയിരിക്കും, അല്ലാതെ എന്തിനാണ്, അല്ലേ? അല്ല, ഞങ്ങളുടെ ചെടിച്ചട്ടിയിൽ ചീരകൾ വളർന്നു പൊങ്ങിയത് കണ്ട. ഇപ്പോൾ 2-3 ദിവസം കറി വയ്ക്കാനുള്ള ചീരയായിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ ചീരകളെ ആക്രമിക്കുന്ന കീടത്തിൻ്റെ പേരാണ് മണിക്കുട്ടി. കുറച്ച് ദിവസമായി നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇതിൻ്റെ ഇലകൾ ഇടയ്ക്കിടയ്ക്ക് കടിച്ച് മുറിച്ചിട്ടിരിക്കുന്നു. ആരാ എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇന്നലെ അണ്ണ നോക്കിയപ്പോൾ മണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് പോയിന്ന് ഇല തിന്നുക, ചീര തിന്നുക. അപ്പോൾ എനിക്കത് വിശ്വാസം വന്നില്ല. അങ്ങനെ ഇന്ന് ഞാൻ നോക്കിയപ്പം കാണാം അവിടെ നിൽക്കുന്ന ആൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചീര തിന്നുകൊണ്ടിരിക്കുക. വീടിൻ്റെ മുൻവശത്തും വീടിൻ്റെ പുറകുവശത്തും എല്ലാം എപ്പോഴും കിളികളുടെ ബഹളമാണ്. കരിയില കിളി, വാലാട്ടിക്കിളി, കുരുവി, മൈന, കാക്ക, അങ്ങനെ പക്ഷികളുടെ ഒരു ബഹളം തന്നെയാണ് നമ്മളെ വീടിന് ചുറ്റുക. കാരണം എന്താ, ബാക്കിൽ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം ബ്ലാത്തിക്ക, അതായത് സീതപ്പഴം ഇപ്പം പഴുത്ത് നിൽക്കുക, അതിൻ്റെ സീസണാണ്. പിന്നെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എപ്പോഴും കാണും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇവരെപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ചുറ്റാകെ അയ്യത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിളികളുടെ ഭയങ്കര സൗണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഉണ്ടോ, ചീവീടിൻ്റെ അകത്ത് ഈ സൗണ്ടൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടോ. കാരണം മരങ്ങൾ ഒരുപാടുള്ള ഏരിയ ആയതുകൊണ്ട് ഫുൾ ഒരു പ്രകൃതിമയമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇനി എല്ലാവർക്കും ബൈ.